അകാലത്തിൽ പൊലിഞ്ഞ അഭിനവിന്റെ ഓർമ്മയ്ക്കായി പിതാവ് അഡ്വക്കേറ്റ് രവി 10ാം ക്ലാസ് വിജയിച്ചവർക്കും +2 വിജയിച്ചവർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചിതറ കിഴക്കുംഭാഗം രുക്മിണി ഭവനിൽ പച്ചക്കാട്ടിൽ അഡ്വക്കേറ്റ് രവിയുടെ മകൻ അഭിനവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. മകന്റെ ഓർമ്മയ്ക്കായി 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾക്കും +2 ജയിച്ച കുട്ടികൾക്കും പഠനോപകരണങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം നടത്തി. മറ്റു വാർഡിലെ നിർധനരായിട്ടുള്ള കുട്ടികളെയും ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തി. 400ഓളം സ്കൂൾ കുട്ടികൾക്കാണ് പഠനോപകരണ വിതരണം ചെയ്തത്. ചടങ്ങിൽ പ്രദേശത്തെ പ്രധാന വ്യക്തികളെയും വാർഡ് മെമ്പറിനെയും ചടങ്ങിൽ ക്ഷണിച്ചിരുന്നു. മകൻ വിട്ടുപിരിഞ്ഞതിന്റെ ദുഃഖവും ഒപ്പം ഈ ഓർമ്മ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം കലിക ന്യൂസിനോട് പറഞ്ഞു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രധാന വ്യക്തികൾ ചടങ്ങിൽ സംസാരിച്ചു. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പേര് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ RR രവി, ഞാൻ ചിതറ ഹൈസ്കൂളിൽ പഠിച്ചു. ഇപ്പം നിങ്ങൾ വേറെ സ്കൂളിലായിരിക്കാം പഠിച്ചിരുന്നത്, പക്ഷെ ചിറവൂർ വാർഡിൽ നിന്നുള്ളതാണ്. എന്തോ ആയിക്കോട്ടെ, അത് കറക്റ്റായിട്ട് പറയുക. അത് പറഞ്ഞിട്ട് ഞാൻ ഇനി എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പോകുന്നു എന്ന് പറയുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. നല്ല കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഫുൾ A+ കിട്ടിയവരൊക്കെ മൈനസായിട്ട് പോയിട്ടുണ്ട്, A- പോയിട്ടുണ്ട് ഉപരിപഠനത്തിലേക്ക് പോകുമ്പോൾ. പക്ഷെ ഒരു A+ പോലും കിട്ടാത്ത കുട്ടികൾ കയറിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ കരുതുക. കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ജീവിത സാഹചര്യങ്ങൾ ചിലപ്പം ഒരു കുടുംബത്തിനകത്ത് ഈ പറയുന്ന കണക്ക് മറ്റേ അവന് പിന്നെ വലിയ വലിയ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നു, അല്ലെങ്കിൽ വലിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നു. കുട്ടികളെ സംബന്ധിച്ച് സമൂഹത്തിൽ ഇവർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എത്ര A+ കിട്ടി, B+ കിട്ടി എന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത സാഹചര്യവും വളർച്ചയും നമ്മുടെ ജീവിത രീതിയും എല്ലാം ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും ആദ്യപടിയിൽ നമുക്ക് വിദ്യാഭ്യാസം തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റും യാത്രയെല്ലാം പോയിട്ട് വരുമ്പോൾ ഇത് ആൺകുട്ടികളുടെ ശ്രദ്ധയിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അനാവശ്യമായ കൂട്ടുകെട്ടുകളും പിന്നെ ഇതെല്ലാമാണ് നമ്മുടെ പല കുട്ടികളുടെയും കൂട്ടായ പിന്നെ അധപ്പതനത്തിന് കാരണമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കുട്ടി പിന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലുള്ള കൂട്ടുകെട്ടിൽ അതിൽ തെറ്റും ശരി എല്ലാം വരും കാലങ്ങളിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ തെറ്റുകാരൻ എന്നുള്ള നിലയിലല്ല പറയുന്നത്. ഏതായാലും അതുപോലുള്ള കാര്യങ്ങളിൽ ആൺകുട്ടികൾ വളരെ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അണ്ണൻ ഇങ്ങനെ ഒരു സ്നേഹോപകാരം നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അണ്ണൻ പറഞ്ഞ പോലെ A+ മേടിക്കുന്നതിലും ഒന്നുമല്ല കാര്യം. എല്ലാവരും ഇനിയുള്ള കാര്യങ്ങളിൽ നല്ലപോലെ പഠിക്കുകയും നല്ല മിടുക്കരാകുകയും ജോലി മേടിക്കുകയും ചെയ്യണം. അതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നല്ല കുട്ടികളായി നിങ്ങൾ വളരുകയാണ് വേണ്ടുന്നത്. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാരണം. രവീണ്ണൻ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ദിവസം എന്നെ വിളിച്ച് നമുക്ക് ഈ മക്കൾക്ക് ഈ വിജയിച്ചു വന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഞാൻ പറയുന്ന പഠനോപകരണം അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ബൃഹത്തായ ഒരു കാര്യമാണ് എന്ന് പറയുകയാണ്. കുടുംബവും രവീണ്ണൻ്റെ കുടുംബവും ഈ നാട്ടിലുള്ള പഠിച്ച് മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പഠനോപകരണ വിതരണം മകൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ഈ മണ്ണിൽ വെച്ച് നടത്തുവാൻ ശ്രമിച്ചതിൽ വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.